പത്തനംതിട്ട കോന്നിയിൽ ഇറങ്ങിയ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ തുടരുന്നു. കൃഷിയിടത്തിലേക്ക് പോയ കർഷകൻ കാട്ടുപോത്തിന്റെ മുന്നിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന തുടരുന്നു. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? കഴിഞ്ഞ ദിവസമാണ് 2 ദിവസം മുൻപ് CCTV ദൃശ്യങ്ങളിൽ കാട്ടുപോത്തിന്റേതിന് സമാനമായ രീതിയിലുള്ള ദൃശ്യം പതിഞ്ഞിരുന്നു. അപ്പോഴാണ് നാട്ടുകാർ ഒരു പരിശോധന നടത്തിയത്. ആ മേഖലയിൽ നടത്തിയ പരിശോധനയിൽ കാട്ടുപോത്തിന്റേതിന് സമാനമായ രീതിയിലുള്ള കാൽപാദം കണ്ടെത്തി. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ എത്തി CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു. അതിനുശേഷം ഇത് കാട്ടുപോത്തിന്റെ CCTV ദൃശ്യങ്ങൾ തന്നെയാണ്, ഇതിൽ കാട്ടുപോത്ത് തന്നെയാണ് എന്ന് അവർ സ്ഥിരീകരിക്കുകയായിരുന്നു. അതിനുശേഷം ഇന്നലെ ആ മേഖലയിലൊക്കെ പരിശോധന നടത്തി. പക്ഷെ ഇന്നലെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നാട്ടുകാരൊക്കെ കണ്ടു എന്ന് പറയുമ്പോൾ പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ പ്രദേശത്ത് പരിശോധന നടത്തിയിട്ടും കണ്ടെത്തിയില്ല. പക്ഷെ ഇന്ന് രാവിലെ ഒരു കർഷകൻ ആ പ്രദേശത്തുകൂടി പോവുകയായിരുന്നു. മാളിയേക്കൽ മേഖലയിലൂടെ, ഇളകൊള്ളൂർ മാളിയേക്കൽ മേഖലയിലൂടെ പോവുകയായിരുന്ന കർഷകൻ നേരെ കാട്ടുപോത്ത് പാഞ്ഞെടുക്കുകയായിരുന്നു. ഓടി മാറിയത് കൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം അടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. രവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്തായാലും ഈ പ്രദേശത്ത് വനംവകുപ്പിന്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. RRT സംഘവും കോന്നി DFO അടക്കമുള്ള ആളുകൾ. ശരി, കോന്നിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്ത് അവിടെ തന്നെ തുടരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയിലേക്ക് കടന്നിരിക്കുകയാണ്. ശ്രീത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ